സായി പുറത്തിറങ്ങിയതിന് ശേഷം കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രസ് റിലീസിന്റെ ഒക്കെ സമയത്ത്. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇവിടെ പറയേണ്ട കാര്യമൊന്നുമില്ലെന്ന് തോന്നുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം. നല്ലവൻ, നല്ല പിള്ള, കണ്ണൻ സ്രാങ്ക് എന്നൊക്കെയുള്ള പുള്ളിയുടെ ഗെയിം വെറും പരാജയമാണെന്ന് പുള്ളി തന്നെ സ്വയം മനസ്സിലാക്കി ഈ ആഴ്ച എവിക്റ്റ് ആവുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് ആ പണപ്പെട്ടി എടുത്തോണ്ട് ഇറങ്ങിയത്. 50,000 രൂപയായിരുന്നുവെങ്കിലും ഞാനത് എടുത്തോണ്ട് ഇറങ്ങിയേനെ എന്ന് സായി പറഞ്ഞാൽ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. അപ്പൊ ഉറപ്പിച്ചു ഇത് തന്നെയാണ് സംഭവം. ഇതാവുമ്പോ വിക്കിപീഡിയയിൽ സായി കൃഷ്ണൻ വോക്ക്ഡ് ഔട്ട് വിത്ത് മണി ബോക്സ് എന്ന് എഴുതി കാണിക്കത്തുള്ളൂ. വലിയ നാണക്കേടില്ലാത്ത കേസാണ്. ഇല്ലെങ്കിൽ എന്താണ്, സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണൻ എവിക്റ്റഡ് ഫ്രം ബിഗ് ബോസ് മലയാളം സീസൺ 6 എവിക്റ്റഡ് എന്നുള്ളൊരു പേര് വരും. ഇത്രയും വലിയൊരു സ്കാവഞ്ചർ ഇൻഫ്ലുവൻസർക്ക് ഇതിൽ പകരം നാണക്കേട് വേറെ ഒന്നുമില്ല. പിന്നെ സോഷ്യൽ മീഡിയ നോക്കിയിട്ടല്ല ഈ ഷോയുടെ ക്രിയേറ്റേഴ്സ് വിജയിയെ തീരുമാനിക്കുന്നതെന്ന് സായി പറഞ്ഞു. സ്വന്തം ഫ്രട്ടേണിറ്റിയോട് അല്ലെങ്കിൽ ഈ സോ കോൾഡ് അരി മേടിക്കാൻ ഡോളർ തരുന്ന ഒരു പ്ലാറ്റ്ഫോമിനോട് ഒരു നന്ദിയും കാണിക്കാത്ത ഒരാളാണ് സായി എന്നുള്ളത് ഒരു സൈഡിലുണ്ട്. പിന്നെ വേറൊരു സൈഡില് ലാലേട്ടൻ കമന്റ് വായിച്ച് കേൾപ്പിച്ചതുണ്ട്. യൂട്യൂബ് കമന്റ് ലാലേട്ടൻ വായിച്ച് കേൾപ്പിച്ചു ഈ സീസണിൽ ആദ്യമായിട്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയും ബിഗ് ബോസും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ദാറ്റ് ബ്ലഡി മൂവ് അതിവിടെ നടക്കത്തില്ല. അതാരെ പ്രൊമോട്ട് ചെയ്യാനാണെങ്കിലും വെളുപ്പിക്കാനാണെങ്കിലും ജയിപ്പിക്കാനാണെങ്കിലും ഇവിടെ നടക്കത്തില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ജിൻഡോയ്ക്കെതിരായിട്ട് ചാനലിലിരുന്ന് എന്ത് സ്മിയർ ക്യാമ്പയിൻ ഇറക്കിയാലും അത് നല്ല ഒന്നാന്തരമായിട്ട് തിരിച്ചടിയാവും. കാരണം അകത്ത് വെച്ച് സായി ഇറക്കിയ മറ്റേ പ്രസ്താവനയൊക്കെ ഇപ്പോഴും റെക്കോർഡിംഗ് ആയിട്ട് നമ്മുടെയൊക്കെ കയ്യിലുണ്ട്. നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഇയാളൊരു ശകുനിയാണ്. കറക്റ്റ് എങ്ങനെ ആൾക്കാരുടെ കണ്ണിൽ പൊടി ഇടണമെന്നും എവിടെ പണി കൊടുക്കണമെന്നും കറക്റ്റായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ പുള്ളി യൂട്യൂബിലിരുന്ന് അതും ഇതുമൊക്കെ വിളിച്ചു പറഞ്ഞ് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് എങ്ങനെയും ഈ ഒരു കളി മാറ്റിമറിക്കാനുള്ള സാധ്യതയുണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ച് ഇതൊരു ഒറ്റയ്ക്ക് പൊരുതി നേടിയ ഒരാളെ എങ്ങനെയും കരിവാരി തേച്ച് ഇയാൾ ഉദ്ദേശിക്കുന്ന ആളെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ പൊടിവിദ്യകളും ഈ പുള്ളിയുടെ കയ്യിലുണ്ട്. അങ്ങനെയുള്ള കുരുട്ട് കളികളെല്ലാം ഇങ്ങേർക്ക് നല്ല വൃത്തിക്ക് അറിയാവുന്ന ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ടാണ് ശകുനി എന്ന് ഞാൻ പേരിട്ട് വിളിച്ചേക്കുന്നത്. എനിക്ക് പറയാനുള്ള പ്രേക്ഷകരോടാണ്, പ്രേക്ഷകർ അതിലൊന്നും വീഴാതിരിക്കുക.